നെഞ്ചത്തൊന്ന് ഇങ്ങനെ വെക്കുക. എന്നിട്ട് യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്നിങ്ങനെ അല്ലാഹ് എന്ന് ശരിക്കും ഉച്ചരിച്ചുകൊണ്ട് 71 പ്രാവശ്യം നാം ചൊല്ലുക. ജീവിതത്തിൽ വലിയ വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. രണ്ടാമത്തെ ഒരു ദിക്റുള്ളത് യാ മലിക്കു യാ അല്ലാഹ് എന്നുള്ളതാണ്. യാ മലിക്കു, മാലിക്കല്ല, യാ മലിക്കു യാ അല്ലാഹ്. ഈ ദിക്റും നാം ചൊല്ലേണ്ടത് സുബഹിസ്കാര ശേഷം തന്നെയാണ്. 121 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. യാ മലിക്കു യാ അല്ലാഹ് 121 പ്രാവശ്യം ചൊല്ലണം. മറ്റൊരു ദിക്ർ നമുക്ക് ചൊല്ലാനുള്ളത് യാ റസ്സാഖ് യാ അല്ലാഹ് എന്നുള്ള ദിക്റാണ്. യാ മലിക്കു യാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയാൽ സാമ്പത്തികമായ പുരോഗതി നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ്. മൂന്നാമത്തെ ദിക്ർ യാ റസ്സാഖ് യാ അല്ലാഹ് എന്ന ദിക്റാണ്. അതിന് പ്രത്യേക സമയങ്ങളില്ല. നമുക്ക് ഏത് സമയമാണോ ചൊല്ലാൻ പറ്റുന്നത് ആ സമയത്ത് ചൊല്ലുക. ഏറ്റവും നല്ലത് ഫർദ് ശേഷം അവലാണ്. അപ്പൊ യാ റസ്സാഖ് യാ അല്ലാഹ് എന്ന ദിക്ർ 100 പ്രാവശ്യം ചൊല്ലിയാൽ മതി.